മലപ്പുറം കാളികാവിൽ കടുവയാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ കൊല്ലപ്പെട്ട ഗഫൂർ. കടുവ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നു. രാവിലെ 7 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി AK അഭിലാഷ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? രാവിലെ 7 മണിക്കോ കടുവ കടിച്ച് മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ. ഡോക്ടർ അരുൺ, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം രാവിലെ 7 മണിയോടുകൂടി ഇവർ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങിയായിരുന്നു. അതായത് നാസറിന്റെ അടയ്ക്കാക്കുണ്ടിൽ പറശ്ശേരിയിലാണ് സംഭവം. നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 2 തൊഴിലാളികൾ, ഒരാൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ ഇയാളുടെ മൃതദേഹം ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ വെച്ച് കണ്ടെത്തി എന്നുള്ള കാര്യം, നാട്ടുകാരുടെ തെരച്ചിൽ കണ്ടെത്തി എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം കല്ലാമല സ്വദേശി ഗഫൂറിനെയാണ് കാണാതായതെന്നായിരുന്നു പരാതി. ഇയാളുടെ ഇത് സംബന്ധിച്ചായിരുന്നു അന്വേഷണം. അതോടൊപ്പം തന്നെ RRT സംഘമൊക്കെ നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഏത് ജീവിയാണ്, വന്യജീവിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കടുവയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുലിയാണോ എന്നുള്ള സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഏതാണ് ജീവി എന്നുള്ള കാര്യത്തിലൊക്കെ പറയാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ അറിയിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നത്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ 2 തൊഴിലാളികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമിക്കുകയും അതിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മറ്റൊരാളെ കടിച്ചു പിടിച്ച് ഏതാണ്ട് ഒരു 100 മീറ്റർ അകലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ കാലിലെ പിൻഭാഗത്തുള്ള ഇറച്ചി പൂർണ്ണമായും കടിച്ചു പറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതാണ് അറിയുന്നത്. ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് അത്. ഇത് രാവിലെ 7 മണിക്കെന്നാണ് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒന്നുകിൽ കടുവയോ അതല്ലെങ്കിൽ പുലിയോ എന്നാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു എന്നും അറിയുന്നു. ഇപ്പോൾ ഈ ഗഫൂറിന്റെ മൃതദേഹം തൊട്ടടുത്ത് നിന്ന് കിട്ടിയെന്നുമാണ് പറയുന്നത്. അതായത് റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി വരുമ്പോൾ തോട്ടത്തിലാണ് ഈ വന്യമൃഗം. അത് കടുവയോ പുലിയോ ആണ്. അതിനകത്തൊരു വ്യക്തത വരണം. അല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് ഏതാണ് ജീവി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വന്യജീവിയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം വരുന്നു. കാരണം മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50-100 മീറ്റർ അകലെ വെച്ചാണ് ഈ മൃതദേഹം കണ്ടെത്തിയെന്നാണ് നാട്ടുകാരിൽ തന്നെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം RRT സംഘം അവിടെ തെരച്ചിൽ നടത്തിയിരുന്നതിനുള്ള സൂചനകൾ കൂടിയുള്ളത്. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള മറ്റ് സംഘങ്ങളും എത്തേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഈ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്.